എല്ലാ ദുഃഖവെള്ളി കഴിഞ്ഞ് ഒരു ഈസ്റ്റർ ഉണ്ട്. അതെ, ഈസ്റ്ററാണ്, സൺഡേ ആണ്. അത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ? അപ്പം ഒന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് ചിക്കനും ബീഫൊക്കെ അല്ലേ എല്ലാവരും കുക്ക് ചെയ്യുക. അപ്പം ഇന്ന് മീനാക്കാമെന്ന് വിചാരിച്ചു. മീൻ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് കറി വെക്കണം. സാധാരണ ചെറിയ മീനൊക്കെ മേടിക്കാറ്, ഒന്ന് മാറ്റി പിടിക്കാം. രോഹു ഒന്നും കണ്ടാ തോന്നുന്നു മീനിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം മസാലയും ഉപ്പൊക്കെ ചേർത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് പിടിക്കട്ടെ എന്ന്, എന്നാലല്ലേ അതിനൊരു ഗുമ്മ ഉണ്ടാവുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അധികം മസാലയൊന്നുമില്ല, കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് സെറ്റപ്പാക്കി വെക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഇനി പരിപാടി. മൊത്തം ഒന്ന് ഇളക്കി നല്ല മിക്സാക്കി എടുക്കണം. ശേഷമാണ് നമുക്ക് മസാലയ്ക്കുള്ള സാധനമൊക്കെ ഉണ്ടാക്കാൻ. കുറച്ച് തക്കാളി, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. ആവശ്യമുള്ള പൊടിയും മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഉണ്ടാക്കട്ടോ. ഇത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കറിയൊക്കെ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. തിളക്കുന്നുണ്ട്. ഈ അടപ്പ് തുറക്കുമ്പോൾ ഒരു മണം വരും കേട്ടോ. അപ്പോൾ കഴിച്ചേക്കാം അല്ലേ? ചോറും ആ മീനും പിന്നെ ഒരു പപ്പടം വെച്ചിട്ടുണ്ട് പൊടി പൊടിക്കാൻ. അതെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കണം അല്ലേ? അപ്പോൾ ആ കരിവേപ്പിലൊക്കെ മാറ്റി വെച്ചിട്ട് ആ ചോറും അങ്ങ് ഇളക്കി അതിലേക്ക് ആ പപ്പടം പൊടിച്ചേക്കാം. എന്നാലേ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. അതൊക്കെ അങ്ങ് പൊടിക്കുമ്പോൾ ഒരു കുസുഖമുണ്ട് കേട്ടോ. ചോറും പപ്പടം കൂടെ ഒരു ഉരുളെടുത്ത് വായിൽ വെക്കണം. ഇത്ര നേരം കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടിയിട്ടോ. ഞാൻ ഉണ്ടാക്കിയതെന്ന് നിർത്തില്ല, എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ കൊള്ളാം, മോശം പറയില്ല. ആ മീനും ചോറും കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു.